എന്താ പറയണേ എന്റെ അമ്മയും ഇതൊക്കെ എന്നിട്ട് ഏതോ അമ്മ വലിയ ഞാനിയോ യോഗ്യമരിയോ അവിടെ വന്ന് ഇരുന്നിട്ട് ഞാനെല്ലാം ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെയല്ല ഞാൻ സംസാരിക്കാറില്ല അങ്ങനെയൊന്നും വന്ന് പറയും. പക്ഷെ അമ്മ ദേഷ്യപ്പെടുമ്പോ അമ്മ ഇതേപോലെ തന്നെയാ. അല്ല, ആ സ്പേസിൽ അത് കൂളായിട്ട് കൈകാര്യം ചെയ്തു തോന്നിയതാ. പക്ഷെ തോന്നിയെങ്കിലും അത് കൂളായിട്ടല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം അയാളെ ട്രിഗർ ചെയ്യുന്ന പല പോയിന്റ്സും പറഞ്ഞു. അത്രയും ദേഷ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എനിക്കൊന്നും കിട്ടിയില്ല അപ്പൊ പറയാൻ. അതൊക്കെ ഇത് സമ്മതിച്ചു, ഇതൊക്കെ ഇത് ഞങ്ങൾ സമ്മതിച്ചു. ഇല്ലടാ, ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ. അതും അപ്പായോട് വഴക്കോടണം. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുക. അപ്പൊ നമ്മുടെ മണിമേഖല ഉണ്ടല്ലോ, കുക്ക് മണിമേഖല ഉടനെ അഴ ആരംഭിച്ചു, കരയാൻ തുടങ്ങി. മണിമേല അയ്യോ ശിവാങ്കി ഇങ്ങനെ കത്തുന്നല്ലോ എന്നും പറഞ്ഞു. മണിയൊക്കെ എനിക്ക് സപ്പോർട്ട്. ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് നമ്മ അങ്ങനെ പറഞ്ഞു. അമ്പടി അങ്ങനെ പറഞ്ഞോ, അവളൊന്ന് വരട്ടെ. കൊട്ടേഷനുണ്ട്. അല്ല, എന്നിട്ട് ഒടുവിൽ എങ്ങനെയാ ഇത് ഈ മനസ്സിനകത്ത് പരിഹരിക്കപ്പെട്ടെ? അയാളുമായിട്ട് അത് ഓക്കെ. ഞാൻ അതിനൊന്നും ഇങ്ങനെ സീരിയസ് കൊടുക്കാറില്ല. ഇങ്ങനെ ഇപ്പം ക്രഷ് അങ്ങനെ ഇങ്ങനെ ഇതൊന്നും. കാരണം ഒരു ലൈഫാണ് മാത്രമേ കണ്ടോളൂ. ആരെങ്കിലും പിന്നെ വേറെ മാതിരി നോക്കൂ. അല്ല, കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തോ എന്ന് വിചാരിച്ചോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ എടുത്തില്ല, ഇവളല്ലേ ആള്. ഇത് പ്രശ്നമാണ്. ഇതാണ് ട്രിഗർ ചെയ്യുന്നത്, ഇതാണ് പ്രശ്നമാണ്. അല്ല, അത് ഇപ്പൊ കൂടെ പാട്ട് പഠിക്കാൻ ഇവളുടെ കൂട്ടുകാർ ആൺപിള്ളേരുന്നു. ഇനി ഒരു കാര്യം പറയാം, ഞാൻ ആൺപിള്ളേര് സൗഹൃദം വെക്കുന്നതിൽ ഞാൻ ആക്ച്വലി സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് പറയാമോ, നമ്മുടെ ഏതെങ്കിലും പെൺപിള്ളേരാണ്, അത് പ്രശ്നമല്ലേ. അതിനൊന്നും ഇങ്ങനെ അമ്മ പറയുന്നില്ല, കുത്തി കാണിക്കുന്ന. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇപ്പം എനിക്ക് വളരെ കുറവാണ്. അധികം ആരും എന്നെ ഇങ്ങനെ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താണെന്ന് ഞാനും ആലോചിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവാറില്ല. പക്ഷേ ആൺപിള്ളേർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ്, അവർ ആ ഒരു ഇതൊന്നും കാണാറില്ല, അവർക്ക് ഒരു സ്നേഹം കാണാറില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെ ശിവാങ്കി അങ്ങനെ എനിക്കത് ഞാൻ ഇവിടെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഭയങ്കര കൂട്ടാണ് ഇവരുടെ ഫ്രണ്ട്സുമായിട്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര കൂട്ടാണ് അവരെല്ലാവരുമായിട്ട്. ഞാനും പെൺപിള്ളേരുമായിട്ട് നമുക്ക് കുറേ ഒരു 6-7 അംഗ സംഘം പെൺപിള്ളേരും ഉണ്ട്. അവരും ഇവിടെ ഒന്നും എല്ലാം ഞാൻ ഭയങ്കര കൂട്ടാണ് അവരോട്. ചോദിച്ചു നോക്കോളൂ. ഞാനും അതിലൊരാളായിട്ട് മാറും. പക്ഷെ ചെന്നൈ നഗരത്തിൽ കുറച്ച് നമ്മളൊരു മലയാളി മനസ്സുണ്ടാവും. അപ്പൊ ശിവാങ്കി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ശിവാങ്കി ഇവിടെ നന്നായിട്ട് പരിചയമുള്ള ഒരാളും കൂടെയാണ്. പക്ഷെ അങ്ങനെ ഒരു അമ്മ മനസ്സ് ഒക്കെ അങ്ങനെ കാത്തിരിക്കുവോ? എന്താണ് അവസ്ഥ? അത് ഇറിറ്റേറ്റ് ചെയ്യോ ശിവാങ്കി? അല്ല, ഇത് ശിവാങ്കി ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. അത് പെൺപിള്ളേരുടെ കൂടെയാണ്. കുറെ ഒരു 6-7 പേരുണ്ട്. അവരെന്നെ വിളിക്കും, അവരെല്ലാരും വിളിക്കും. വിളിച്ചിട്ട് അതിന്റെ കൂടെ ആൺപിള്ളേരുണ്ടെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ തമിഴ് കുട്ടികൾ ആൺപിള്ളേരാണേലും എല്ലാവരും ഇവിടെ കുറച്ചുകൂടെ മര്യാദ കൂടുതലുണ്ട്. ഞാനത് എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതൊക്കെ ആ സമയത്ത് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യോ? ഇല്ല. വിളിക്കോ? ഫോൺ ചെയ്യോ? വിട്ടേക്കും. ഇപ്പൊ ഡ്രൈവർ ആണെങ്കിലും അറിയാം, സേഫ് ആയിട്ട് കൊണ്ടുപോയി തരും. 11:30 മേലെ അങ്ങനെ ലേറ്റ് ആവാറില്ല. ഞാൻ 10 മണിക്ക് ഇന്നലെ കൂടെ ഞാൻ 10 മണിക്ക് അതിന് മുമ്പ് മിനിങ്ങാന്ന് 11:30. ഇന്നലെ 10 മണി കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോ 10 മണിയായിരുന്നു. അപ്പൊ ശിവാങ്കി എത്തിയിട്ടില്ല. പിന്നെ സിനിമ കാണാൻ പോകും ഫ്രണ്ട്സുമായിട്ട്. അതൊക്കെ ഞാൻ വിടും. പിന്നെ എന്റെ മോനോടെ 10 മണി ഇത് പറയുമ്പോഴത്തേക്ക് വിചാരിക്കും 10 മണിയായാലും 12 മണിയായാലും ഒക്കെ സെയിം ആണ്. വലിയ അത് ടൈം മാത്രമാണ്. അതെ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ പിന്നെ പൊതുവെ സ്ത്രീകളെ എല്ലാരും അമ്മ. ഇപ്പൊ വഴി കൂടി ഇപ്പൊ ഒരു ട്രാഫിക് ഒരു പോലീസുകാരാണല്ലോ അമ്മ അങ്ങനെ വിളിച്ച ഇവിടെ പൊതുവെ സ്ത്രീകളെന്ന് പറഞ്ഞ ഒരു അമ്മ ഇതായിട്ട് അങ്ങനെയാണ്. അവർ കൊച്ചു കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാരെ വരെ അമ്മ എന്ന് വിളിക്കണം. ചെറിയ കുട്ടികൾ അമ്മ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പൊതുവെ കുറച്ച് ബഹുമാനം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാനൊക്കെ പണ്ട് സ്റ്റുഡിയോയിലൊക്കെ പാടാനൊക്കെ പോകുമ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടർ എല്ലാവരും വണക്കം അമ്മ വാങ്ങോ ഒരു ആൾ ചിലപ്പോൾ വലിയ മ്യൂസിക് ഡയറക്ടറായിരിക്കും. അവരൊക്കെ വന്ന് ഞാനല്ലെങ്കിൽ വൃന്ദന് എന്നെ ഇത്രയും ഒരു ബഹുമാനിക്കണേ ഒരു ഇത്. പ്രത്യേകിച്ച് ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ അതിൻ്റെ ഒരു ബഹുമാനം എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം എന്നെ ചോദിച്ചാൽ ഈ ഫീൽഡ് വളരെ നല്ലതാണെന്ന് ഞാൻ പറയും. അതെൻ്റെ അനുഭവം. നല്ല എല്ലാവരും ബഹുമാനിക്കുന്ന നല്ലൊരു ഫീൽഡ് അങ്ങനെ തോന്നും. ശിവാങ്കി ശ്രദ്ധിക്കാറുണ്ടോ എന്നറിഞ്ഞൂടാ, മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കുറേ സംഗതികൾ നടക്കുന്നുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്താ തോന്നിയത്? നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വരണമെന്ന് ആണ് എനിക്ക് തോന്നിയത്. ഓൾസോ நிறைய பேர் இப்போ ഇവിടെ എല്ലാം മലയാളികൾക്ക് മലയാള ഇൻഡസ്ട്രിയിൽ അതാ அப்படிலாம் നടക്കുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ നടക്കുന്നുണ്ട്. സോ എന്നെ പൊறுத்த വரைக்கும் മലയാളീസ് വെരി ബോൾഡ് മൂവ്, അമേസിംഗ് മൂവ്.
ഇപ്പൊ എല്ലാരും ധൈര്യമാ വന്ന് പറയാം. അതിനൊന്നും ഫാൾസ് കേസസും നിറയെ വരുന്നുണ്ട്. സോ അതുമേ വന്ന് കണ്ടുപിടിച്ച് പ്രോപ്പറായ ഒരു തീരുമാനം കൊടുക്കണം ബോത്ത് സൈഡ്സ്. ഏത് ട്രൂത്തോ അതിന് നല്ല തീരുമാനം കൊടുക്കണം. സോ അത് നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ പറവാലപ്പാ, ഫസ്റ്റ് കേരള ഇൻഡസ്ട്രിയാണ് എല്ലാം നിറയെ ഫസ്റ്റ് അവരാ ചെയ്യുന്നത് ആക്ച്വലി. സോ ഈ ഹേമ കമ്മിറ്റി ആയിരിക്കട്ടെ, കമ്മിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് അതുമായിരിക്കട്ടെ, എല്ലാമേ ഫസ്റ്റ് അവിടുന്ന് തുടങ്ങിയത്. സോ തുടങ്ങുമ്പോ നോക്കുമ്പോ വാവ് നൈസ്, ഇവിടെയും അങ്ങനെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ആർക്കാണോ ഇപ്പോൾ ഒരു സ്ത്രീക്കാണ് അങ്ങനെ ഒരു കഷ്ടം വന്നെങ്കിൽ അവർ ഒരു വലിയ പാട്ടാക്കാതെ അവർ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുക. ഇനിയുള്ള ഇതാണേലും ആരുടെ കയ്യിൽ നിന്നാണോ വരുന്നത് അവർ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനോ അമ്മയോടും വൈഫിനോടും ഇങ്ങനെ നിങ്ങളുടെ ഒരു പെരുമാറി കൂടെ നമുക്ക് തുണയ്ക്ക് 2-3 വരെ വിളിച്ചുകൊണ്ട് പോവുക. കാരണം എല്ലാ മനുഷ്യരും എപ്പോഴും മോശമല്ല. അവരെ നന്നാവാനുള്ള ഒരു സന്ദർഭം ഒരാൾ കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ്. വലിയൊരു ന്യൂസ് ആയി കഴിഞ്ഞാൽ ഒരാളുടെ ചിലപ്പോൾ മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നീ ചെയ്തത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്കും ഇങ്ങനെ ഇതുണ്ട്, അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇനിയെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഒരു കേസ് ഒരു ഇത് പിന്നെ മാധ്യമങ്ങൾ ഒരുപാട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതത്രയുമില്ല, മലന്ന് കിടന്ന് തുപ്പല്ലേ, ലോകം മുഴുവൻ അറിഞ്ഞു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്കല്ലേ അതിന്റെ ഒരു മോശം അതും ഇല്ലേ? മോശമല്ല, മോശം ഡെഫിനറ്റ് എന്നെ പുറത്തുവരിക ഡെഫിനറ്റ്ലി മോശമല്ല. അവർ ഇപ്പൊ ചെയ്തത് സൂപ്പർ വിഷയം. ഇല്ല, അതിന്റെ കൂടെ കുറെ പേര് കള്ളമായിട്ട് വരുന്നത്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, അത് വേറെ ചർച്ചയല്ല. സ്ത്രീകള് ഇതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് സ്ത്രീകളും അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല, കൂട്ടി പറയാൻ പാടില്ല. അവരെ അത് ഇത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു കേസ് ഇപ്പൊ അറിയാം ഫേക്ക് ആയിരുന്നു എന്ന്. അതൊക്കെ അവരുടെ വീട്ടില് അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതും കൂടി ആലോചിക്കണം. അതല്ലാതെ നമുക്ക് പറ്റില്ലെങ്കിൽ നേരെ അത് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ ആ ഒരു ഇത്. പക്ഷെ പിന്നീട് അതിന്റെ പ്രതികാരം തീർക്കാൻ വരരുത്. അവിടെയാണല്ലോ പ്രശ്നം. എന്താണല്ലേ ഇതൊക്കെ. കല എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ നമുക്ക് അനുഭവിച്ചുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 20 വർഷമായിട്ട് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ, ഒരു 70-75 ഫിലിമിലെ ഞാൻ പാടിയിട്ടുള്ളെങ്കിൽ എന്നെ സംബന്ധിച്ചോളം സംഗീത ഫീൽഡ് വളരെ നല്ലതാണ്. എൻ്റെ അനുഭവം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ ചെയ്യുന്നത് സൂപ്പർ മാറ്റം. അല്ല, അതിന് അങ്ങനെ പറഞ്ഞല്ല ഞാൻ പറയണത്, നമ്മുടെ അനുഭവത്തെ പറഞ്ഞു. നിനക്കുള്ള നല്ല അനുഭവം ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, 4-5 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും വാങ്കോ അല്ല ആ ഒരു ഇത് വേറെ. ഞാൻ ശിവകാർത്തികേയൻ ഫുള്ള് ഞാനാണ് പോയത്. നീ പറയൂ, ഞാൻ പറയാം. ഞാൻ പോയ എൻവയോൺമെന്റ് എല്ലാമേ വന്ന് ഒരുമാതിരി ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് ഇവിടെ. അതായത് ഒരു കാര്യം പറയണം, ശിവകാർത്തികേയൻ്റെ ഡോണിൽ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചിലപ്പം എന്നിട്ട് കാരവണിൽ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങാൻ. കാരണം എല്ലാം കുറെ അണ്ണന്മാർ ഇവിടെ അണ്ണേ ഏതണ്ണൻ കുറെ അണ്ണന്മാരുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും പാപ്പ, പിന്നെ ചെല്ലം, തങ്കം, ശിവാങ്കി തങ്കം, ഇങ്ങനെയാണ് കുറേ ചേട്ടന്മാർ സെറ്റുണ്ട് കേട്ടോ. പയ്യന്മാരെ ആണുങ്ങളെല്ലാം അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവള് നടുക്ക് കാണും. ശിവകാർത്തികേയൻ തൊട്ട് എല്ലാവരും ഫ്രീ ടൈമിലല്ല ഇവളുടെ മോണോ ആക്ട് മിമിക്രിയും തമാശയൊക്കെയാണ്. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. ഇല്ല, സോ എന്താന്നാ ഈ ശിവാനോടെ പ്രൊഡക്ഷനിലാണ് ഫസ്റ്റ് ചെയ്തത്, SK പ്രൊഡക്ഷൻസ്. എല്ലാവർക്കും ഒരു പേടി, അയ്യോ സിനിമ ഇൻഡസ്ട്രി അങ്ങനെയെന്ന്. പക്ഷേ ശിവാനോടെ പ്രൊഡക്ഷൻ ആയിരുന്നു ഇപ്പൊ പറഞ്ഞേ. ഇപ്പൊ കൂടെ റീസെന്റ് അവരെല്ലാം കണ്ടപ്പോ എന്താന്നാ എല്ലാ ആർട്ടിസ്റ്റിനും അത്ര ഭയങ്കരമായിട്ടാണ് ഗവനിച്ചത്, നോക്കിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഏതാ ഒന്ന് വേണം അങ്ങനെ ദൂരെ പോയി എല്ലാം വാങ്ങിട്ട് വരും. വാങ്ങിട്ട് വന്നിട്ട് എന്നപ്പാ തങ്ങച്ചി ഓക്കെ വാ എന്നെ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുമേ. സോ അതെല്ലാം വന്ന് ഞാൻ അങ്ങനെയാ വന്ന് ഇതായത്. എനിക്കിത് അറ്റ് ദ സെയിം ടൈം എന്നെ പോലെ എല്ലാവർക്കും അനുഭവിക്കണമെന്ന് അറിയില്ല, ആവശ്യമില്ല. സോ അവരെ മാതിരി ആൾക്കാർക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് ഐ ഓപ്പണിംഗ്.